യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 21-ാം വാക്യം. ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ വേദവായനയുടെ ഇടയിൽ വരുന്ന ഒരു വേദഭാഗമാണിത്. നിങ്ങളെ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും എന്ന് പറഞ്ഞതിൻ്റെ പ്രത്യുത്തരമായി ഇങ്ങനെ നമ്മൾ കാണാം. എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സിമൻറ്റും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി പുനരുദ്ധരിച്ചിരിക്കുന്ന ദേവാലയത്തെ പറ്റിയാണ് എന്ന് തെറ്റിദ്ധരിച്ചു. എന്നാൽ ഇവിടെ യേശു പറയുകയാണ്, ഇത് ആ തെറ്റിദ്ധാരണ വേണ്ട, ഇത് ഞാനാകുന്ന എൻ്റെ ശരീരത്തെയാണ്. നിങ്ങൾ ഈ ശരീരത്തെ നശിപ്പിച്ചാൽ ഞാനത് 3 ദിവസത്തിനകം പുനരുദ്ധരിക്കും. ഇത് ഉത്ഥാനത്തിൻ്റെ സൂചനയാണ് തരുന്നത്. സ്നേഹമുള്ളവരെ, ഒരു തിരിഞ്ഞു നോട്ടത്തിന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ശരീരമാകുന്ന ആലയം ഒന്ന് ശുദ്ധീകരിക്കേണ്ട സമയമാകി. സഭയുടെ നവീകരണത്തിൻ്റെ ഹൂദോഷ് ഈത്തോ ഞായറിൻ്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളോട് ചോദിക്കുകയാണ്, നിൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ എന്താണ്? മലിനതകളെ തിരിച്ചറിയാൻ, അത് ശുദ്ധീകരിക്കാൻ ഒരു സ്റ്റെപ്പ്, ബോൾഡായൊരു സ്റ്റെപ്പ് നമ്മൾ എടുക്കണം. ചാട്ടവാർ എടുക്കേണ്ടിടത്ത് ചാട്ടവാർ എടുക്കണം. അടിച്ചു പായിക്കേണ്ടതാണെങ്കിൽ അടിച്ചു പായിക്കണം. അത്രമാത്രം ബോൾഡായ ഒരു സ്റ്റെപ്പ് എടുക്കേണ്ട, നിലപാടെടുക്കേണ്ട ജീവിതത്തിൽ നിലപാടെടുത്ത് തന്നെ ദേവാലയത്തെ ശുദ്ധീകരിച്ചതുപോലെ നിൻ്റെ ശരീരമാകുന്ന ആലയത്തെ ശുദ്ധീകരിക്കാൻ ഒരു ബോൾഡായ ഒരു സ്റ്റെപ്പ് എടുത്താൽ എനിക്ക് തോന്നുന്നു നിൻ്റെ ജീവിതം മുഴുവൻ ഒരു വിശുദ്ധീകരണത്തിൻ്റെ നാടുകളിലേക്ക് തിരിഞ്ഞു മറിയുമെന്ന് എനിക്ക് തോന്നുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹപ്രദമായ ഒരു ശുദ്ധീകരണ ദിനത്തിലേക്ക് ദൈവം നിന്നെ സ്വാഗതം ചെയ്യുന്നു. ആമേൻ.